ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്നും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് അത്രക്കും എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏത് ABCD അറിയാത്തവരും ഒന്ന് കേക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു കേക്ക് തന്നെയാണ് റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ ഇതിന് മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ടാണ് ഞാൻ ഇവിടെ പറയണത്. അപ്പോൾ എല്ലാ മെഷർമെൻറ്റ്സും അതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് ഉപ്പാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ ബട്ടറല്ല യൂസ് ചെയ്തിരിക്കണം, ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, തണുത്തതല്ല. ഇനി നമുക്ക് ബട്ടർ മിൽക്കിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും 2 ടേബിൾ സ്പൂണും വിനീഗറുമാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കുക. ബൗൾ നല്ല ക്ലീനാക്കി തുടച്ചിട്ട് അതിലോട്ട് 1/4 കപ്പ് എണ്ണ. അപ്പോൾ 1/4 കപ്പ് എണ്ണയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ബട്ടർ ഒട്ടും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നല്ല ബ്രാൻഡഡ് തന്നെ മേടിക്കാൻ നോക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര മതി. നമുക്ക് ബാക്കി 1/2 കപ്പ് മാറ്റി വെക്കാം. 1 കപ്പ് എടുത്ത് 1 കപ്പിൻ്റെ 3 പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഓരോന്നിട്ടിട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നോട്ട്, അങ്ങനെ 3 പ്രാവശ്യം ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാട്ടോ ഇടുന്നത് ഇതിൽ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ട ഇട്ടിട്ട് വീണ്ടും നല്ലോണം ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഡയറക്ഷനിൽ നോക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത മുട്ട ഇടേണ്ടത്. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറും അതേപോലെ വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. രണ്ടും ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര വീണ്ടും ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കറക്റ്റ് മെഷർമെൻറ്റാണ്. കറക്റ്റ് ഇതേപോലെ ടീസ്പൂണൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് എടുക്കാൻ നോക്കുക, കൂടുതൽ എടുക്കണ്ട, കറക്റ്റ് തന്നെ എടുക്കാൻ നോക്കുക. ഇതിലോട്ട് വീണ്ടും അടുത്ത മുട്ട. അപ്പോൾ മുട്ട എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴും തണുത്ത മുട്ട എടുക്കരുത്, എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സോഫ്റ്റ് ഒന്നും ആവേണ്ട, നന്നായി മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ബട്ടർ മിൽക്കാണ് ആഡ് ചെയ്യണം. അപ്പോൾ ബട്ടർ മിൽക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബട്ടർ മിൽക്ക് നന്നായിട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബട്ടർ മിൽക്കും നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കളർ ആഡ് ചെയ്യാം. അപ്പോൾ കളർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാ ഫുഡ് കളറാണ്, അധികം റെഡൊന്നുമല്ല, ഒരു പിങ്കിഷ് ടച്ചാണ്. ശരിക്കും നല്ല കളർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനെക്കാട്ടും ഡാർക്കായിരുന്നു. ഇനി നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയിൽ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇതേപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് ഈ മിക്സ്ചർ ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇത് നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ നമ്മളുടെ കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മറക്കാണ്ട് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും ബേക്കിംഗ് പൗഡറും അതേപോലെ ഉപ്പും ഇത് 3ഉം ആഡ് ചെയ്യാം. അപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെയും ഉപ്പിൻ്റെയും അതേപോലെ മൈദയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായി അരിച്ചിട്ട് വേണം ഇതിലോട്ട് ഇടാൻ, ഒരു കട്ടയും വേണ്ട. നന്നായി അരിച്ചിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്തിട്ട്, പിന്നെ നമുക്ക് ബീറ്റർ എടുത്തിട്ട് യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇതേപോലെ വിസ്ക് എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഒരുപാട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങോട്ട് പോയി കിട്ടും.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബീറ്റർ ഒട്ടും തന്നെ യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് സ്പൂണാണെങ്കിൽ സ്പൂൺ, അല്ലെങ്കിൽ ഇതേപോലെ വിസ്ക് ആണെങ്കിൽ വിസ്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ പാർട്ടീഷനായിട്ട് ചെയ്യാൻ നോക്കുക. ആദ്യം കുറച്ചിടുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക, രണ്ടാമത്തെ ഇടുക. അങ്ങനെ ഓരോ മൂന്ന് പാർട്ടീഷനാണെങ്കിൽ 3 പാർട്ടീഷനായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് കൊക്കോവ പൗഡർ. അപ്പോൾ കൊക്കോവ പൗഡറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡ് വെൽവെറ്റ് നല്ല ടേസ്റ്റാണ് കിട്ടേണ്ടത്. നിങ്ങൾ ഓപ്ഷനിലാണ്. ഒന്നെങ്കിൽ നമുക്ക് കൊക്കോവ പൗഡർ ഇട്ടില്ലെങ്കിൽ വേറെ ടേസ്റ്റ് കിട്ടും. നമ്മൾ കൊക്കോവ പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചോക്ലേറ്റി ടച്ച് നന്നായി കിട്ടും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റെഡ് കളർ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായി കിട്ടും, നല്ല കളർ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് നമുക്കിതെല്ലാതും ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക, ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു 40 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്ത് കിട്ടുമ്പോഴത്തേന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസിങ്ങിനുള്ളത് തയ്യാറാക്കാം. അപ്പോൾ ഐസിങ്ങിനുള്ളത് ഞാനൊരു 150 ഗ്രാം ക്രീം ചീസും അതിലോട്ട് 1/4 കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൗഡർഡ് ഷുഗർ ഞാൻ അതേപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്, ഓരോന്നായിട്ടാണ് പാർട്ടായിട്ടാണ് ഞാനിതിലോട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇവിടെ 150 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പിച്ച വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഈ ക്രീം ചീസും അതേപോലെ ഈ പൗഡർഡ് ഷുഗറായ ഈ മിക്സ്ചറിൽ ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബീറ്റർ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പൂൺ എടുത്തിട്ടൊന്ന് സ്വേൾ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ഇനി ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ലിക്വിഡ് ആവും. അപ്പോൾ ഈ ഒരു സ്റ്റിഫ്നെസ് കിട്ടണമെങ്കിൽ ഇനി ഒരുപാട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഒരു 30-35 മിനിറ്റ് ആകുമ്പോൾ തന്നെ എൻ്റെ കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൂത്ത് പിക്ക് എടുത്തിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് ഡ്രൈ ആണ്, ക്ലീൻ ആണെങ്കിൽ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ടൂത്ത് പിക്ക് ഇട്ടത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാനാണ്. അപ്പോൾ ഈ മെത്തേഡിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ 2ആയിട്ട് നമ്മൾ പാർട്ടീഷനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ഇട്ടിട്ട് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ്. ഈ സെയിം മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ഏത് രീതി വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതിട്ടിട്ട് നമുക്കിതിലോട്ട് ഇനി എന്താ പറയുക, ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പൂൺ എടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്തതാണ്. അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റാണ് ശരിക്കും. ഇങ്ങനെ ഇതേപോലെ പഞ്ഞി പോലെ ഇരിക്കും നമ്മളെ കേക്ക്. സെയിം മെഷർമെൻറ്റ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ.